അവൾ ഇവിടെ കാണുന്ന എന്തൊക്കെയാ ദിനേശെ കാണിക്കുന്നേ? മദ്യപിച്ച് ബോധം കെട്ട് ഉടുതുണി എങ്ങോട്ടൊക്കെ പോകുന്നു എന്ന് പോലും അറിയാതെ. ശാന്തിവിള ദിനേശൻ അപ്പൂപ്പ, കുറെ ആയല്ലോ താൻ എന്നെ പറ്റി പറയാൻ തുടങ്ങിയിട്ട്. എനിക്ക് നാണമില്ലേ? നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഭർത്തമായ സ്വാഗതം. നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ കണ്ട് നിങ്ങൾ കുറച്ച് ഞെട്ടിയിട്ടുണ്ടാവും. കാരണം കുറച്ച് ദിവസങ്ങളായിട്ട്, ഏതാണ്ട് ഒരു മാസത്തോളമായി ഞാനൊരു സ്റ്റുഡിയോ സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പ്രയത്നിക്കുകയാണ്. അങ്ങനെ ഒരുവിധം റെഡിയായി, ഇപ്പോഴും കംപ്ലീറ്റ് ആയിട്ടില്ല. ഇനിയും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് ഒരു ചെറിയൊരു എക്കോ ഫീൽ ചെയ്യുന്നുണ്ടാവും അല്ലേ? അപ്പോൾ എക്കോ മാറ്റാനുള്ള സാമഗ്രികൾക്ക് വന്നിട്ടുണ്ട്. കുറെ ദിവസം കൊണ്ടിട്ട് ബാക്കിൽ നടക്കുന്നത് കൊണ്ട് എനിക്ക് പല കാര്യങ്ങളും ചെയ്യണമെന്നുണ്ടായിരുന്നു. അതൊന്നും നടന്നില്ല. ഇനിയിപ്പോ എന്തായാലും ഇന്നങ്ങ് തുടങ്ങി വെക്കാം, ഇല്ലാന്നിട്ട് ഇതിങ്ങനെ നീണ്ടു പോകും എന്ന് തോന്നിയത് കൊണ്ടാണ് ഇത് വെച്ച് തന്നെ ഞാൻ അങ്ങൊരു വീഡിയോ ചെയ്യാമെന്ന് കരുതിയത്. ഇങ്ങനെ ഇരിക്കാം. ഓക്കെ, അപ്പോ ഇതാണ് നമ്മളൊരു ചെറിയൊരു സ്റ്റുഡിയോ സെറ്റപ്പ്. ഇനി ഈ എക്കോ മാറ്റാനുള്ള സെറ്റപ്പുകൾ ചെയ്യുന്നുണ്ട്. ചെറിയൊരു എക്കോ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും. അതുപോലെ ഒരു AC നാളെ മറ്റുന്ന ഒരു AC ഒക്കെ ഫിറ്റ് ചെയ്തതും കൂടി ആകുമ്പോഴേ നമുക്കിത് സെറ്റ് ആകും എന്നുള്ളതാണ്. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്ക് വെച്ച് വീഡിയോ പറഞ്ഞത്. ഞാൻ കുറച്ച് തിരക്കിലാണ്. കുറെ വീഡിയോ ഒന്നും ഇതിന്റെ ഇടയിലൊന്നും വരാത്തത് അല്ല ഇടാത്തത് ഇതുകൊണ്ടാണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, എന്തായാലും ഇങ്ങനെ ഒരു പുതിയ സ്റ്റുഡിയോ ഒക്കെ നമ്മൾ റെഡിയാക്കിയതിന് ശേഷം ആദ്യം തന്നെ നമ്മുടെ റെനാസുനായിട്ട് വീഡിയോ തന്നെ ഇടേണ്ടി വന്നല്ലോ എന്നുള്ളൊരു ദുഃഖമുണ്ട്. പക്ഷെ ഇടാതിരിക്കാൻ പറ്റത്തില്ല. അത്രയ്ക്കുള്ള ഒരു സംഭവമാണ് വന്നിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് റെനാസുനയുടെ തന്നെ വീഡിയോ നമുക്ക് ഇട്ടാൻ ഐശ്വര്യമായിട്ട് തുടങ്ങാം. ഐശ്വര്യ റാണിയാണല്ലോ, ഐശ്വര്യ റായിയാണല്ലോ നമ്മുടെ റെനാസുന. അതായത് ഇതുകൊണ്ട് തന്നെ ചാനൽ ആദ്യമാണെങ്കിൽ എന്ത് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. ഇല്ലാത്തവരെ ലൈക്ക് ചെയ്തെങ്കിലും കാണുകടേ, ഷെയർ ഒക്കെ ചെയ്യേ. ഓക്കെ, ഞാനിപ്പോ വരാൻ കാരണം, ഞാനിപ്പോ കുറച്ച് മുമ്പ് റെനാസുനയുടെ വീഡിയോ നോക്കിയപ്പോ അയാളുടെ ഇൻസ്റ്റയിൽ നമുക്ക് കണ്ടന്റ് തപ്പുകയാണല്ലോ. രാവിലെ ചേച്ചി കണ്ടന്റ് തപ്പുക, ഏത് കണ്ടന്റ് ഉണ്ട് എന്നുള്ളതാണ് നമ്മുടെ ഇത് വയറ്റിപ്പഴപ്പാണല്ലോ. അപ്പൊ കണ്ടന്റ് തപ്പുക എന്നുള്ളത് അങ്ങനെ ഒരു വൈറൽ കണ്ടന്റ്, വൈറൽ താരം, ബാർ ഡാൻസർ, പ്രശസ്ത ഗായക, വൈറൽ റീൽ താരം എന്നൊക്കെ പറയപ്പെടുന്ന നമ്മുടെ സോഷ്യൽ മീഡിയ താരമായ റെനാസുനയുടെ വീഡിയോ ഉണ്ട്. മറ്റൊന്നുമല്ല, നമ്മുടെ ശാന്തിവിള ദിനേശ് എടാ അപ്പൂപ്പ, നിനക്ക് സൗകര്യം, നിനക്ക് എത്ര പിന്നീട് ചുണയുണ്ടാ, നിനക്ക് എത്ര നാണമുണ്ടാ, എത്ര ഉടുപ്പുണ്ടാ, പറ്റുമെങ്കിൽ എന്റെ പിന്നെ ബാറിൽ കിടന്ന് ഞാൻ തുണി അടിച്ച വീഡിയോ ഉണ്ടെങ്കിൽ പുറത്തിടറ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വീഡിയോ കണ്ടു. അപ്പൊ ഞാൻ കൊള്ളാം, കണ്ടന്റ് കൊള്ളാം എന്ന് കരുതി അത് ചെയ്യുന്നു എന്ന് മാത്രമാണ്. അപ്പൊ നിങ്ങളൊക്കെ പറയും അവൾ എങ്ങനെയോ ജീവിച്ചോട്ടെ, ഒരു പ്രശ്നം, നിങ്ങൾക്ക് എന്താ, നിങ്ങളെ എന്തെങ്കിലും പറയാൻ വരുന്നുണ്ടോ എന്ന് പറയുന്നവരെടുത്ത് എങ്ങനെ വേണം ജീവിക്കാം. സോഷ്യൽ മീഡിയ കൊണ്ടിട്ട് കഴിഞ്ഞാൽ നമ്മളത് റിയാക്ട് ചെയ്യും എന്നുള്ളതാണ്. അതുമല്ല, ഈ പറയുന്ന റീലുകൾ ചെയ്യുന്നത് കുടുംബം പോറ്റാനല്ല എന്ന് ഈ പറയുന്ന പ്രശസ്ത ബാർ ഡാൻസർ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഞാനിത് കുടുംബം പോറ്റാനൊന്നും അല്ല ചെയ്യുന്നത്, ഞാനിത് എന്റെ ഒരു ആത്മസംതൃപ്തിക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതായത് വേണമെങ്കിൽ ആ ഒരു സംഭവം ഞാൻ ഇവിടെ കൊടുക്കാം, കേട്ടു നോക്കൂ. മക്കളെ പോറ്റാനാണ് റീൽ ചെയ്ത മക്കളെ പോറ്റാനാണ്. ഇതൊരു കാര്യമുണ്ട്, ഇതൊരു ഫേക്ക് ഐഡിയ ആണ്. ഫേക്ക് ഐഡിയ ആണ്. അതല്ല, റീൽ ചെയ്ത മക്കളെ പോറ്റാനാണ്. നിങ്ങളോട് ആർക്ക് കമന്റ് ഇടാം? ഞാൻ ചോദിക്കട്ടെ, ഫേക്ക് ഐഡിയ ആണോ ഒരു മനുഷ്യനാണോ കമന്റ് ഇട്ടത്? മക്കളെ പോറ്റാൻ റീൽ ചെയ്യുന്ന ആരെവിടെ പറഞ്ഞു? ഞാൻ പ്രൊഫഷണലായിട്ട് ഉണ്ടല്ലോ, ആരാണ് പറഞ്ഞ റീല് ചെയ്യുന്നത് കുടുംബം നോക്കാൻ വേണ്ടിയിട്ടല്ല. കുടുംബം നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നത് മറ്റേ നാടകവും കാര്യങ്ങളൊക്കെയാണ്. ഇത് ചെയ്യുന്നത് എന്റെ ഒരു ആത്മസംതൃപ്തിക്കാണ്. അതുകൊണ്ട് കുടുംബം പോറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് വരേണ്ട കാര്യം മനസ്സിലായി. ഇതൊരു സംഭവമാണ്. ഓക്കെ, പിന്നെ നമ്മൾ കുറ്റം പറയുന്ന മറ്റൊന്നുമല്ല. ഇപ്പൊ താങ്കൾ ഇവന്റെ വേറെ പലരും പറയുന്ന മറ്റൊരു കേസുണ്ട്. അതായത് ഈ സിനിമയിലൊക്കെ ദാസേട്ടൻ കോഴിക്കോട് തന്നെ പറഞ്ഞ സിനിമയിലൊക്കെ ഇങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ടല്ലോ, പ്രശ്നമില്ലല്ലോ. സിനിമയിലെ തുണി അഴിക്കുന്നു, മറ്റത് കാണിക്കുന്നു, മറിച്ചത് കാണിക്കുന്നു ഒക്കെ പ്രശ്നമില്ലല്ലോ. നമ്മളെ കാണിക്കുമ്പോൾ മാത്രം പ്രശ്നം എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഇതൊരു ട്രെൻഡാണ്. അതായത് ഈ അഭിലാഷ് തേട്ടയോ അവന്റെ അതായത് ഈ പറയുന്ന റീലുകൾ, സ്വന്തം ശരീരം പ്രദർശിപ്പിച്ചുകൊണ്ട് റീലിടുന്ന കുറെ കക്ഷികളുണ്ട്. അതായത് വയറ് കാണിക്കുക, ഫ്രണ്ട് കാണിക്കുക, ബാക്ക് കാണിക്കുക, പൊക്കി കാണിക്കുക ഒക്കെ ചെയ്യുന്ന കുറച്ചുപേരുണ്ട്. അവരെയൊക്കെ ഇപ്പൊ എടുത്തുകൊണ്ടുവന്ന് സോഷ്യൽ മീഡിയ കൊണ്ട് റീൽ എന്ന വ്യാജേനെ കെട്ടിപ്പിടിക്കുക, എടുത്തു പൊക്കുക, അവിടെ പിടിക്കുക, ഇവിടെ പിടിക്കുക, ഉമ്മ വയ്ക്കുക എന്നുള്ള രീതിയിൽ കാട്ടിക്കൂട്ടുന്ന കുറെ കാര്യങ്ങളുണ്ട്. അതുപോലെ വരുമ്പോഴാണ് സിനിമയും ഈ പറയുന്ന റീലും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് മനസ്സിലാകുന്നത് എന്ന് മനസ്സിലാക്കുക. അതുമല്ല, ഈ പറയുന്ന റെനാസുന ചെയ്ത റീല് ഞാൻ അത്യാവശ്യം വർക്കൊക്കെ ചെയ്ത് അത്യാവശ്യം ഒരു സ്റ്റാൻഡേർഡ് ഈ പറയുന്ന ഇതേ സ്റ്റാൻഡേർഡ് പോയിട്ടില്ല എന്നുള്ള അഭിപ്രായക്കാരനാണ്. പക്ഷെ അത് എന്റെ ഹോട്ട് സീനുകൾ അതിനകത്തുണ്ട്, എന്റെ അൺകട്ട് വീഡിയോസ് അതിനകത്തുണ്ട്, ഞാൻ ഓവറായിട്ട് അഭിനയിച്ചതാണ് എന്നൊക്കെ ഹൈപ്പ് കൊടുത്ത ആൾക്കാരെ പറ്റിച്ച് അതിന് വേണ്ടിയിട്ട് പ്രത്യേകം ഒരു സീൻ എടുത്ത്
അതിന് വേണ്ടിയിട്ട് പ്രത്യേക ആ ഒരു ആൽബത്തിൽ ഇല്ല ആ സൈനി, അതിന് വേണ്ടിയിട്ട് പ്രത്യേകം ഹോട്ടുകൾ കൊണ്ടുവന്ന് അങ്ങനെയൊക്കെ റീച്ച് ഉണ്ടാക്കുമ്പോൾ നമ്മൾ പറയേണ്ടതായിട്ട് വരും. ഞാൻ വളരെ സത്യസന്ധമായിട്ട് ഈ സ്റ്റുഡിയോ സത്യമായിട്ട് ഞാൻ അറിഞ്ഞ കാര്യം പറയാം. ഈ പറയുന്ന രണാസുന തന്നെയാണ് ഇങ്ങനെയുള്ള സീൻ എടുക്കാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടുന്നത് എന്നുള്ളതാണ്. ഞാൻ പലപ്പോഴും ആരെന്നും പറയുന്ന പല ആവർത്തിലും ഞാൻ, അതായത് എന്തെങ്കിലും മുമ്പ് നിങ്ങൾ ഇങ്ങനെയുള്ള ഹോട്ട് സീൻ എടുക്കുക, ഇങ്ങനെയുള്ള ഹോട്ട് സീൻ എടുത്തു കഴിഞ്ഞാൽ അത് വൈറലാകും എന്ന് അവരെ കൊണ്ട് എടുപ്പിക്കുന്നത് സ്റ്റുഡിയോ സത്യം കൊണ്ട് പറയുന്നത്. സത്യമായിട്ട് പറയുന്നത് ഇത് രണാസുനയാണ്. രണാസുന ഇതിന്റെ ബില്ലിംഗ് ആണ്. ഏത് തരം വരെ ഏത് രീതിയിൽ വരെ എനിക്ക് പോകാം. അതിപ്പോ ഹോട്ടായി ലിപ് ലോക്ക് ആയിക്കോട്ടെ, അല്ലെങ്കിൽ അഡൽസോളി ആയിക്കോട്ടെ, എന്ത് വേണം ചെയ്യാൻ ഞാൻ തയ്യാറാണ്. എന്റെ റീല് ഈ പറഞ്ഞതുപോലെ എന്താണ് ഹിറ്റായാൽ മതി എന്നൊരു സ്വഭാവക്കാരിയാണ് ഈ പറയുന്ന രണാസുന. മനസ്സിലായി? ഇതിനൊക്കെ നിർബന്ധിക്കുന്നത് മറ്റാരുമല്ല, രണാസുന തന്നെയാണ് എന്നുള്ള സത്യം നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. അത് ഒരുപാട് സംഭവങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. ഇവിടെ തന്നെ അങ്ങോട്ട് വിളിച്ച് പറയുന്നുണ്ട്, ഇങ്ങനെയുള്ള റീല് ചെയ്യ് എന്ന് പറയുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ വരാൻ കാരണം മറ്റൊന്നുമല്ല, നമ്മുടെ ശാന്തിവിള ദിനേശ് പേരൊന്നും പറയാതെ ഒരു യക്ഷിയെ കുറിച്ച് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോ അതിനെക്കുറിച്ച് നമ്മൾ റിയാക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ആ പുള്ളി എന്താണ് പറഞ്ഞതെന്ന് അറിഞ്ഞുകൂടെങ്കിൽ ആ ഒരു സാധനം ഇവിടെ ഞാൻ വെക്കാം. അതിനുശേഷം രണാസുന അതിന് കൊടുത്ത മറുപടി കേൾക്കാം. ഓക്കെ, ആര് നൽകിയാലും കൈപ്പറ്റുകയും ഒരാഴ്ചക്കകം ഈ സൗജന്യം തന്നവനെ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സഹായിച്ചവനെ തന്തയ്ക്ക് വിളിക്കുന്ന ഒരു പുതിയ അവതാരം ഇറങ്ങിയിട്ടുണ്ടല്ലോ. ഇപ്പം കേരളത്തിൽ അങ്ങനെ അവൾ ഇവിടെ കാണുന്ന എന്തൊക്കെയാ ദിനേശയെ കാണിക്കുന്നത്? മദ്യപിച്ച് ബോധം കെട്ട് ഉടുതുണി എങ്ങോട്ടൊക്കെ പോകുന്നു എന്ന് പോലും അറിയാതെ ഡാൻസ് അല്ല ശരിക്കും പറഞ്ഞാൽ ഉഡാൻസ് ചെയ്യുന്ന ക്ലിപ്പിങ്സ് ഒരു ഗൾഫ് റിട്ടേൺ എനിക്ക് കാണിച്ചു തന്നു. ഓക്കെ, ഇതാണ് ശാന്തിവിള പറഞ്ഞതിന്റെ ചെറിയ ഭാഗം. ഇതിന്റെ ഫുൾ വെർഷൻ നിങ്ങൾ കേട്ടിട്ടില്ലെങ്കിൽ ഞാൻ ഇതിന്റെ വീഡിയോയുടെ അവസാനം കൊടുക്കാം. അപ്പൊ ഇങ്ങനെ ഒരു സാധനം പറഞ്ഞിട്ടുണ്ട്. ഇതിനകത്ത് പേരൊന്നും പറഞ്ഞിട്ടില്ല, ആരാണെന്ന് പറഞ്ഞിട്ടില്ല. ഞാനും ഇതിനെ കുറിച്ചൊരു വീഡിയോ ഇട്ടു. അപ്പോഴും ഞാൻ ആരുടെയും പേര് പരാമർശിച്ചിട്ടില്ല. പക്ഷെ ഇപ്പോൾ രണാസുന എന്ന് പറയുന്നതിനകത്ത് ഞാൻ തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് രണാസുന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ആ വീഡിയോ നമുക്കൊന്ന് കേൾക്കാം. ഓക്കെ. ഹായ്, ഹലോ, രേണുസുതിയാണ്. എയർ തന്നെയാണ് എപ്പോഴും. എയറിന്ന് ഇറങ്ങിയിട്ടില്ല. എനിക്ക് അനുകൂലമായിട്ട് കുറേ വ്ളോഗേഴ്സ് ഉണ്ട്, കുറച്ച് പേരുണ്ട്. അവർക്കൊക്കെ ഒരുപാട് താങ്ക്സ്. സത്യം പറഞ്ഞാൽ സ്പെഷ്യൽ താങ്ക്സ് സജിന ചേച്ചിയുടെ വ്ളോഗ് ഞാൻ കണ്ടിരുന്നു. ഒത്തിരി താങ്ക്സ്. അപ്പോൾ ഞാൻ അറിയുന്നത് ഈ നെഗറ്റീവ് ഓരോ എന്നെ അനുകൂലമായിട്ട് പറയുന്ന വ്ളോഗിലൂടെയാണ് ഞാൻ നെഗറ്റീവ് കേൾക്കുന്നത്. അതായത് നെഗറ്റീവ് പറയുന്ന റിയാക്ഷൻസ് കേൾക്കുന്നത്. സിനിമാക്കാരെ ഞാൻ ബഹുമാനിക്കുന്നതാണ്. എൻ്റെ ഹസ്ബൻഡ് ഒരു സിനിമാക്കാരനാണ്. സോ ഞാൻ ഏറെ ബഹുമാനിക്കുന്നു. പക്ഷേ ശാന്തിവിള ദിനേശൻ അപ്പൂപ്പ കുറെ ആയല്ലോ താൻ എന്നെ പറ്റി പറയാൻ തുടങ്ങിയിട്ട്. തനിക്ക് നാണമില്ലേ? താൻ എന്നെ തൈക്കളവിന്ന് വിളിക്കാൻ. എടോ, എനിക്ക് 34 വയസ്സേ ഉള്ളൂ. താൻ എന്നെ തൈക്കളവിന്ന് വിളിക്കാൻ നാണമാകുന്നില്ല അപ്പൂപ്പ താങ്കൾക്ക്? താൻ പറഞ്ഞല്ലോ ദുബായ് റിട്ടേൺ തനിക്ക് അയച്ചു തന്നെന്ന്. ഞാൻ തുണി പറിച്ച് നൃത്തം ചെയ്യുന്ന വീഡിയോ. താനെന്ന് ധൈര്യം ഉണ്ടെങ്കിൽ സോഷ്യൽ മീഡിയ ഇടടോ. ശാന്തിവിള അപ്പൂപ്പ, നിനക്ക് നാണമില്ലേ എന്നെ തൈക്കളവി എന്ന് വിളിക്കാൻ എന്നുള്ളത് വളരെ മോശമായി. ശാന്തിവിള അപ്പൂപ്പ, താങ്കൾ ഈ പുള്ളിയെ വെറും 34 വയസ്സ് മാത്രം പ്രായമുള്ള കാടുകൊരു തൈക്കളവിയായിട്ട് തോന്നുമെങ്കിലും അങ്ങനെ വിളിച്ചത് എന്തായാലും ശരിയായിട്ടില്ല എന്നുള്ളത്. തൈക്കളവിയൊക്കെ തന്നെ എങ്ങനെയൊക്കെ തോന്നും. അവർ അഭിനയിക്കുന്നതും ചെറുപ്പക്കാർ 18-19 വയസ്സ് അല്ലെങ്കിൽ സ്കൂൾ കുട്ടികളുടെ രൂപത്തിൽ വരെ അഭിനയിക്കുക, അതൊക്കെ ശരിയാണ്. പക്ഷെ ഇങ്ങനെ വന്ന് സോഷ്യൽ മീഡിയയിൽ നിന്ന് ഒരാളെ ഇതുപോലെ ബോഡി ഷേം ചെയ്തത് ശരിയല്ല. പക്ഷേ ഇവിടെ താങ്കൾ തിരിച്ചു വന്നാണ് ചെയ്തത്. അപ്പൊ എല്ലാവരും ഈക്വലായി. താങ്കൾ അപ്പൂപ്പ എന്ന് വിളിച്ചില്ലേ? ഇനി ശാന്തിവിള ദിനേശ് എന്താണ് മറുപടി കൊടുക്കാൻ പോകുന്നത് എന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും അണ്ണാക്കിലടിച്ചുള്ള മറുപടി ആയിരിക്കും കൊടുക്കാൻ പോകുന്നത്. എനിക്ക് നാളായിട്ട് ആ ഒരു വീഡിയോ വരുമോ എന്നൊന്നും അറിഞ്ഞൂടാ. എനിക്കൊക്കെ ഈ പറയുന്ന ദുബായിൽ കസ്റ്റമർ ഉണ്ട് എന്നുള്ളതാണ്. ആ കസ്റ്റമർ ഫോൺ കൊടുക്കുന്ന എന്ത് കസ്റ്റമറാണ്? ഒരു ബിസിനസ് ഉണ്ടെങ്കിൽ ഒരു കസ്റ്റമർ ഉള്ളത്. ദുബായിൽ എനിക്കൊന്നും ബിസിനസ് ഒന്നും ഇല്ല. അവിടെ ഒരു ബാർ ഡാൻസർ ആയിട്ടാണ്, ഗായിക, സോങ്ങർ കം ബാർ ഡാൻസർ ആയിട്ടാണ് താങ്കൾ പോകുന്നത്. അവിടെ എങ്ങനെ കസ്റ്റമർ വരും എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമാണ്. എന്ത് കസ്റ്റമറാണ്? അപ്പോ ശാന്തിവിള പറയുന്നതുമായിട്ട് കൂട്ടി ചേർത്ത് വായിക്കുമ്പോൾ എന്ത് ബിസിനസ്സാണ് എന്ന് പലരും ചിന്തിച്ചു പോയി കഴിഞ്ഞാൽ നമുക്കൊന്നും കുറ്റം പറയാൻ സാധിക്കില്ല എന്നുള്ളതാണ്. പിന്നെ പറയുന്നത് എനിക്ക് സിനിമയൊന്നും ഇഷ്ടമല്ല, എനിക്ക് ആൽബമാണ്. എനിക്ക് ആൽബത്തിൽ എന്തോ ഒരു കൈവശം തന്ന പോലെയാണ്. ആൽബം ചെയ്യുമ്പോഴാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സ്നേഹം അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്നൊക്കെ പറയുന്നു. അല്ലാതെ സിനിമയ്ക്കാരും വിളിക്കാത്തോണ്ടോന്നല്ല, ആൽബമാണ് എനിക്ക് ഇഷ്ടം എന്നുള്ളതാണ്. ഇതാണ് രണാസുന. മനസ്സിലായോ? അല്ലാതെ ഈ പറയുന്ന, ഞാൻ എപ്പോഴും പറയുന്ന ഒരു കേസുണ്ട്. കൊല്ലം സുധി എന്ന് പറയുന്ന
ആ ഒരു കലാകാരന്റെ മരണം ഏറ്റവും കൂടുതൽ ആസ്വദിക്കുന്ന ഒരാൾ ആരെന്ന് ചോദിച്ചാൽ ഞാൻ പറയുന്നത് രണാസുര എന്ന് പറയും. ഈ കാണുന്നതെല്ലാം വെറും അഭിനയങ്ങളാണ്. നിങ്ങളിലേക്ക് കുറെ മണ്ടന്മാരായ കുറെ എണ്ണം അല്ലെങ്കിൽ കുറെ സ്ത്രീകൾ, അതായത് ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ വന്ന് വൈറലാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ പറയുന്ന രണാസുരയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു 99% ആൾക്കാർ സ്ത്രീകളാണ്. അവർക്ക് ഇതുപോലെ വൈറലാകാൻ വേണ്ടിയിട്ട്, അതായത് ഇതുപോലെ വന്ന് 4 പേര് അറിയുന്നതായിട്ട് വരാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരാണ്. വീട്ടുകാരും കുടുംബക്കാരും അത് സമ്മതിക്കും. ഇതുപോലെ വന്ന് അഴിഞ്ഞാടുക, അതിനുള്ള അവസരം കിട്ടുന്നില്ല. അവരാണ് സപ്പോർട്ട് ചെയ്യുന്നത്, വേറെ ആരും സപ്പോർട്ട്. നമ്മൾ അന്നും ഇന്നും ഞാൻ പറയാം, ഞാൻ ഇതുവരെ കേട്ടോ ഈ പറയുന്ന അവളുടെ ബോഡി ഷെയിം ചെയ്യുകയോ അവൾ ചെയ്യുന്ന ജോലികൾ കെട്ടിപ്പിടിക്കുന്നത് പ്രശ്നമാണെന്നോ മറ്റതാണെന്നോ അല്ലെങ്കിൽ ബാർ ഡാൻസ് കളിച്ചത് പ്രശ്നമാണോ അങ്ങനെയൊന്നും ഞാൻ ആക്ഷേപിച്ചിട്ടില്ല. എല്ലാം ചെയ്തോളൂ, അതൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. പക്ഷെ അതിന്റെ കൂടെ ഈ പറയുന്ന അഹങ്കാരം ഉണ്ടല്ലോ, ഈ നന്ദിയേടുണ്ടല്ലോ, അത് സോഷ്യൽ മീഡിയയിൽ വന്നിങ്ങനെ വിളമ്പുമ്പോൾ സോഷ്യൽ മീഡിയയിലുള്ള കുറെ പേരെ മണ്ടന്മാരാക്കിക്കൊണ്ട് തന്റെ ഹോട്ട് രംഗങ്ങൾ പുറത്തായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രൊമോഷനും കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ പറഞ്ഞു പോകും. താനല്ല, ഇതിന്റെ അപ്പുറമുള്ള ആരായാലും പറയും. ഇവിടെ ദൈവം എന്ന് കാണിച്ചാലും നമ്മൾ പറയും എന്തിനാണ് രണാസുര. അപ്പൊ ഇത്രയേ ഉള്ളൂ. ആദ്യം അഹങ്കാരങ്ങളൊക്കെ നിർത്തി കഴിഞ്ഞാൽ നമ്മളും നിർത്തും. പിന്നെ നമ്മളൊക്കെ ഈ പറഞ്ഞ് വളരെ കൃത്യമായിട്ട് അറിയാം, നമ്മളില്ലെങ്കിൽ നീ ഇല്ല എന്നുള്ളത്. പിന്നെ നമുക്ക് ഇതുപോലുള്ള ഏതെങ്കിലും ഈ പറയുന്ന അപരാധങ്ങൾ വേണം. അപരാധങ്ങൾ ഓരോന്ന് അപരാധിച്ചാലും നമുക്ക് എന്തെങ്കിലും കണ്ടിട്ടില്ല. എല്ലാവരും നല്ലവരായിരിക്കും, നമ്മൾ എന്ത് ചെയ്യണേ, ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇതുപോലുള്ള അപരാധങ്ങൾ വേണം എന്നുള്ളതാണ്. നിങ്ങളുടെ അഭിപ്രായം മൊത്തം കമന്റ് ചെയ്ത് നമുക്ക് ഇവിടെ കാണാം. ശരി കൂടി പറഞ്ഞ് ഞാനിത് അവസാനിപ്പിക്കാം. മുൻപ് കേരളത്തിലെ ചാനലുകളിൽ അവതാരക പെണ്ണായിരുന്ന ഒരുത്തി സ്ഥിരമായി ഗൾഫിൽ ചുറ്റിയടിക്കുമായിരുന്നു. അങ്ങനെ കമ്പനി കൂടി, ഗൾഫിൽ ചെന്ന് കമ്പനി കൂടി ശിവാശ്രീകളൊക്കെ പോലുള്ള ഒരുപാട് കാശ് മുടക്കി വാങ്ങാവുന്ന മദ്യം വാങ്ങി ഈ സ്വീകരിച്ച് കൊണ്ടുപോകണവന്മാർ കഴിപ്പിക്കും. അങ്ങനെ ഫിറ്റായി കഴിഞ്ഞാൽ അപ്പോൾ ഈ അവതാരക ചെയ്യുന്നത് ഉടുതുണി ഊരിയെറി, എന്നിട്ട് അങ്ങോട്ട് അമ്മാനെ നൃത്തം പാടും. ഇപ്പോൾ എന്തുകൊണ്ടോ ആ പഴയ ഗ്യാങ്ങുകൾക്കൊന്നും ഇവളെ വേണ്ട, ചാനലുകൾക്കും വേണ്ട. ഏതാണ്ട് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞു. ഫിറ്റായതിനാൽ ഈ ഗ്യാങ്ങുകൾ എൻ്റെ എന്താ പറയുക, ഞാൻ കാണിക്കുന്ന പേക്കൂത്തുകളൊക്കെ ഒരുത്തൻ ചിത്രീകരിക്കുകയാണ് എന്ന് ഈ മാഡം അറിഞ്ഞിരുന്നില്ല. സഹകുടിയന്മാർ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചപ്പോൾ കെട്ടുവിടാത്ത പെണ്ണും പിള്ള അറഞ്ഞം പുറഞ്ഞം അങ്ങ് ആടി തിമിർത്തു. ഒരുപാട് വീഡിയോകൾ ഇറങ്ങിയിട്ടുണ്ട്, രഹസ്യമായിട്ടൊക്കെ കാണാൻ പലരും അയച്ചു തരാറുണ്ട്. ഇപ്പോൾ ആ റോൾ ഏറ്റെടുത്തിരിക്കുന്നത് സൗജന്യം ആര് നൽകിയാലും കൈപ്പറ്റുകയും ഒരാഴ്ചക്കകം ഈ സൗജന്യം തന്നവനെ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സഹായിച്ചവനെ തന്തയ്ക്ക് വിളിക്കുന്ന ഒരു പുതിയ അവതാരം ഇറങ്ങിയിട്ടുണ്ടല്ലോ. ഇപ്പോൾ കേരളത്തിൽ അങ്ങനെ ഒരു അവതാരമുണ്ട്. ഞാൻ ബാറിൽ പോയി ബാർ ഡാൻസ് ചെയ്തു, എന്നെ റിസീവ് ചെയ്യാൻ മലയാളികൾ മത്സരിക്കുകയാണ് ഗൾഫിൽ എന്നൊക്കെ വീരവാദം അടിക്കുന്ന ഈ തൈക്കളവി ഇപ്പോൾ ഗൾഫിലെ ഏജന്റുമാരുടെ ഫോണിലെ മാർക്കറ്റ് വാല്യൂ ഉള്ള ഒരു മുഖമാണ് എന്നാണ് എനിക്ക് ദുബായിൽ നിന്ന് കിട്ടിയ ഒരു വാർത്ത. ഈ ദുബായ് എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്തേക്കാൾ അലവലായി തന്നെ നടക്കുന്ന രാജ്യമാണ്. എന്ത് പോക്കർത്തിനും കാണിക്കുമല്ലോ, അവിടെ ഒരു ലൈസൻസും വേണ്ട. അപ്പോൾ അവിടെ നിന്ന് എനിക്കൊരു സുഹൃത്ത് അയച്ചു തന്നത്, എൻ്റെ പൊന്ന് ദിനേശേ, അദ്ദേഹത്തിൻ്റെ മറ്റേ ലവളുണ്ടല്ലോ, ലവള്, അവൾ ഇവിടെ കാണുന്ന എന്തൊക്കെയാണ് ദിനേശയെ കാണിക്കുന്നത്. മദ്യപിച്ച് ബോധം കെട്ട് ഉടുതുണി എങ്ങോട്ടൊക്കെ പോകുന്നു എന്ന് പോലും അറിയാതെ ഡാൻസ് അല്ല ശരിക്കും പറഞ്ഞാൽ ഉഡാൻസ് ചെയ്യുന്ന ക്ലിപ്പിങ്സ് ഒരു ഗൾഫ് റിട്ടേൺ എനിക്ക് കാണിച്ചു തന്നു. പണം മാത്രമേ ഇവൾക്ക് ലക്ഷ്യമുള്ളൂ, എന്തിനും ഏതിനും റെഡിയാണ് എന്നാണ് ഈ ദുബായ് റിട്ടേൺ എന്നോട് പറഞ്ഞത്. ഇപ്പോൾ UAE മാർക്കറ്റ് വാല്യൂവിൽ മുന്തിയ ഐറ്റമാണത്രേ ഈ കൂതറ. ഭാര്യയുടെ കെട്ടുതാലിയും കയറിക്കിടക്കടവും പണയം വെച്ച് ഗൾഫിൽ പോകുന്ന ചോര നീരാക്കി സമ്പാദിക്കുന്നവന്മാർ എവളുമായി സല്ലപിക്കാൻ 1 മാസം വേർത്തുണ്ടാക്കുന്ന ശമ്പളം പോലും ചെലവിടുന്നു എന്നാണ് പറയുന്നത്. ഈ മണ്ടന്മാരെ പറ്റിക്കാൻ കഴിയുന്ന 4 ഡയലോഗുകളും അടിച്ച് മുന്തിയ സ്കോച്ചും അടിച്ച് എന്തിനും തയ്യാറായി എവളും. പണം വന്ന് നിറയുന്നു എന്നാണ് പറയുന്നത്. പണം വന്ന് നിറയുമ്പോൾ വീട്ടിൽ അടുക്കി വയ്ക്കാൻ ഒക്കില്ലല്ലോ. ദിവസവും കാറ് വാങ്ങിക്കുക, എന്നിട്ട് എടാ നിനക്കെത്ര വയസ്സായി? എനിക്ക് 3 വയസ്സ്. നിനക്കൊരു കാറ്. നിനക്കെത്ര എടാ കാളെ? എനിക്ക് 18. നിനക്കൊരു കാറ്. ഇനി അടുത്ത് വാങ്ങുന്ന കാലത്ത് എന്തൊക്കെയായിരിക്കും. ഇങ്ങനെ എല്ലാവർക്കും കാറൊക്കെ വാങ്ങിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ പൈസ ഇഷ്ടം പോലെ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുണ്ടാക്കുന്നു, പ്രത്യേകിച്ച് ദുബായിൽ നിന്ന്. എന്ത് ചെയ്യാൻ പറ്റും എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. സ്റ്റില്ലും വീഡിയോയും ഒക്കെ അയച്ചു തരാമെന്ന് ദുബായിലുള്ള 2 പേരെന്നെ വിളിച്ചു പറഞ്ഞു.
സാറിന് സംശയമാണെങ്കിൽ ഈ കക്ഷിയുടെ സ്റ്റില്ലും ഈ കക്ഷിയുടെ വീഡിയോ ഒക്കെ അയച്ചു തരാമെന്ന് പറയുന്നു. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങൾ അയച്ചു തന്നിട്ട് കാര്യം എന്താ? എനിക്ക് കാണാമെന്നുള്ളതല്ലാതെ നമ്മുടെ ചാനലിൽ ഇത് കൊടുക്കാൻ പറ്റുമോ? ഞാൻ അകത്തായി പോവില്ലേ? അപ്പം നിങ്ങൾ അതുകൊണ്ട് അയക്കണ്ട എന്ന് ഞാൻ പറഞ്ഞു. ഇല്ല സാറേ, സാറൊന്ന് കണ്ടിരിക്കും, സാറ് സത്യസന്ധമായി കാര്യങ്ങൾ സംസാരിക്കുന്ന ആളല്ലേ. ഒരലവലാതി പെണ്ണ് വന്ന് ഇവിടെ കാണിക്കുന്ന കൂതർത്തനങ്ങൾ താങ്കളെങ്കിലും ഒന്ന് കണ്ടിരിക്കുമെന്ന് പറഞ്ഞ് എനിക്ക് സ്റ്റില്ലും വീഡിയോ ഒക്കെ അയച്ചു തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നാണം വിറ്റും കാശുണ്ടാക്കിയാൽ കാശ് നാണം മാറ്റി കൊടുക്കുമെന്ന് പണ്ടുള്ളവർ പറയും. ഇതുപോലുള്ള കൂതറകൾ മലയാളികളെ നാണം കെടുത്താനായി, അല്ലെങ്കിൽ ഗൾഫിൽ എല്ലുമുറിയെ പണിയെടുക്കുന്നവന്മാരുടെ പൈസ കൊള്ളയടിക്കാനായി ഒരുങ്ങി കെട്ടി ഒറ്റയ്ക്ക് പോണ പോക്ക് കണ്ടാൽ പെറ്റ തള്ള സഹിക്കില്ല. കൂടുതൽ വിശേഷങ്ങൾ അടുത്ത വാരഫലത്തിൽ പറയാമെന്ന് പറഞ്ഞോട്ടെ. അടുത്ത വാരഫലം എന്ന് പറഞ്ഞാൽ അടുത്ത ഞായറാഴ്ച കാത്തിരിക്കണ്ട, ആ സ്റ്റില്ലും വീഡിയോ ഒക്കെ ഒന്ന് വന്നോട്ടെ, എന്നിട്ട് കൂടുതൽ വിശദമായി പറയാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട്